ഹായ് ഓൾ. ഇന്ന് നമുക്ക് ഇച്ചിരി ഉണക്കക്കപ്പ വേവിക്കാം. നല്ല നാടൻ ഉണക്കക്കപ്പ. ഇതൊരു 3-4 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് അങ്ങോട്ട് കുതിർക്കണം ആദ്യം. അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊരു 3-4 പ്രാവശ്യം നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് കോരി വാരിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് ഗ്യാസ് കത്തിച്ച് അങ്ങോട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിളച്ച് വരുന്ന പരുവാകുമ്പോഴത്തേനും ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടാൽ മതി. ഉപ്പ് കൂടിപ്പോയില്ല. ഏറ്റവും ലാസ്റ്റ് നമുക്ക് മിതമായിട്ട് ചേർക്കാം. അതങ്ങോട്ട് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേനും നമ്മളൊന്ന് പാത്രം വെച്ചങ്ങോട്ട് അടയ്ക്കുക. അത് കുറച്ച് നേരം ആയിരുന്നുണ്ട് വേകട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തോ പരുവം എന്തോന്നുള്ളത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. ഒരു തവിയിട്ടൊന്ന് ഇളക്കി നോക്കുക. ഇളക്കി നോക്കിയിട്ട് നല്ല തിളച്ച് വരുന്ന പരുവായി കഴിയുമ്പോൾ കപ്പ വെന്തു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് ആ വെള്ളം അങ്ങ് ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഊറ്റിയിട്ട് വീണ്ടും അത് ഗ്യാസ് കത്തിച്ച് ആ വെള്ളം പാർന്ന കപ്പ വീണ്ടും ആ പാത്രത്തിലോട്ട് തന്നെ ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ, ചെറിയുള്ളി, മുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതങ്ങോട്ട് ഇട്ടിട്ട് കാന്താരി ഉണ്ട്, നല്ലതാണ്. കാന്താരി ഉണ്ടെങ്കിൽ നല്ല ഇച്ചിരി ടേസ്റ്റ് കിട്ടും. ഞാനൊരു 1/2 കിലോ കപ്പ എടുത്തിട്ടുള്ളൂ. അതിന് അനുസരിച്ചുള്ള 4 ചുവന്നുള്ളി, ഒരു 5-6 വെളുത്തുള്ളിയൊക്കെ എടുത്തേക്കുന്നത്. അതങ്ങോട്ട് മിക്സിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാതെ ചോപ്പ് ചെയ്തെടുക്കണേ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അത് കൂട്ടി ഇളക്കിയിട്ട് കപ്പ വെന്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടി ഇളക്കുക. നല്ലതായിട്ട് അങ്ങോട്ട് ഉണ്ടോ വെന്ത് നല്ലതായിട്ട് കൂട്ടി ഇളക്കുക. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ആ ഉപ്പ് ഞാൻ ലാസ്റ്റിൽ അയച്ചുകൂടെ ചേർത്ത് ഇളക്കിയെടുത്തത്. ഇളക്കി അങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് എടുക്കുക. അടിപൊളിയായിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. നല്ലതായിട്ട് അങ്ങോട്ട് വെന്ത് വരുമ്പോൾ നല്ലതായിട്ട് കുഴച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് മണ്ടയ്ക്ക് ഒട്ടിച്ചിട്ട് നല്ല കോക്കനട്ട് ഓയിൽ അങ്ങോട്ട് ഒഴിക്കുക. ഒരടപ്പൊഴിച്ചാൽ മതി. ഇത് 1/2 കിലോ കപ്പയുടെ അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കണം. അപ്പോൾ നല്ലൊരു മണം വരും. എന്നിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് എടുക്കുക. നല്ലതായിട്ട് അങ്ങോട്ട് എടുക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പം അങ്ങോട്ട് നല്ലതായിട്ട് എന്ത് മാത്രം കുഴയ്ക്കുക അത്രയും അങ്ങോട്ട് നല്ലതായിട്ട് കുഴയ്ക്കുക. അങ്ങോട്ട് കപ്പ നല്ലതായിട്ട് പൊടി ഉണ്ടോ. അത് കഴിഞ്ഞിട്ട് ചൂടാറി കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല മീൻകറിയും ഒരു സ്വല്പം കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ. അപ്പം ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.